സുൽത്താൻഗഡ് എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സമീർ എന്ന് പേരുള്ള ഒരു വ്യക്തി സമൂസ വിറ്റ് തന്റെ ജീവിതം നയിച്ചു വന്നു. ഈ ഷമീറിന്റെ കടയുടെ എതിരിലായിട്ട് സിയോഗ് എന്ന് പേരുള്ള ഒരു വ്യക്തി പാനിപൂരി കടയിട്ടിരുന്നു. പിന്നെന്താണ്, നിന്റെ പാനിപൂരി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പോഴൊക്കെ നിന്റെ കടയിൽ ആരും വരുന്നത് പോലെ തോന്നുന്നില്ലല്ലോ. അതാണെങ്കിൽ എന്റെ കടയിൽ കുറെ പേര് സമോസ കഴിക്കാൻ കുറെ പേര് പഴക്കപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ നോക്ക് സമീർ ചേട്ടാ, നിങ്ങളുടെ കട എന്റെ കടയുടെ മുമ്പിലാണ് ഉള്ളത്. നിങ്ങളുടെ കടയിൽ ആൾക്കാർ വരുന്ന പോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ. അപ്പൊ ജനങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു പക്ഷെ നിങ്ങളുടെ സമോസ കഴിക്കുന്നോണ്ട് അവർക്ക് വയറുവേദന വല്ലത് വരുന്നുണ്ടോ? രണ്ടുപേരും അവരവരുടെ വഴി നോക്കി തിരിച്ചുപോയി. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. പിന്നെ നഗരത്തിൽ നിന്നും പൂനം എന്ന് പേരുള്ള ഒരു പെണ്ണ് ഗ്രാമത്തിനകത്തേക്ക് പ്രവേശിച്ചു. പൂനം ഗ്രാമത്തിലേക്ക് വന്നതു മുതൽ ജനങ്ങൾ സിയോഗിന്റെ പാനിപൂരിയും കഴിക്കാറില്ല, പിന്നെ സമീറിന്റെ സമൂസയും കഴിക്കാറില്ല. ഒരു ദിവസം അവർ രണ്ടുപേരും വീണ്ടും വഴിയിൽ കണ്ടുമുട്ടി. ചേട്ടാ സുയോഗ്, നിങ്ങളുടെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പൊ എന്ത് പറയാനാ സമീർ, ഇപ്പോഴൊക്കെ പാനിപൂരി കഴിക്കാൻ ആരും വരുന്നില്ല. പെട്ടെന്ന് എന്റെ കച്ചവടം എങ്ങനെയാ കുറഞ്ഞെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യാമോന്നും അറിയില്ല. എനിക്ക് അങ്ങനെ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ, ഏതോ ഒരു പൂനം എന്ന് പറഞ്ഞൊരു പെണ്ണ് ഈ ഗ്രാമത്തിൽ വന്നിട്ടുണ്ടോ അല്ലേ? അവരേതോ പുതിയ പലഹാരം ഉണ്ടാക്കിയിട്ട് ഗ്രാമത്തിൽ വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. എന്നാ വാ, നമുക്ക് എന്താ പോയി നോക്കാം. സമീറും സിയോഗും ചേർന്ന് പൂനമിന്റെ കടയിലേക്ക് പോയി. അവർ ചെന്ന് നോക്കിയപ്പോൾ പൂനം നല്ല റൗണ്ട് ആകൃതിയിലുള്ള എന്തോ ഒരു മിഠായി ചെയ്ത് വിൽക്കുകയായിരുന്നു. പൂനം മേഡം, നിങ്ങൾ എന്താ റൗണ്ട് ആയിട്ട് എന്തോ വിറ്റോണ്ടിരിക്കുന്നുണ്ടല്ലോ? ഇതാണ് മോമോസ്, അറിയില്ലേ? ഞാനിത് നഗരത്തിൽ ചെന്ന് പഠിച്ചിട്ട് വന്നതാണ്. ഞാൻ എപ്പോൾ എന്റെ കട തുറന്നോ അപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം എന്റെ കടയിലേക്ക് വന്ന് ഈ മോമോസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഗ്രാമത്തിൽ ആരും സമൂസയും പാനിപൂരിയും കഴിക്കുകയേ ഇല്ല. നിങ്ങൾ ഈ ഗ്രാമത്തിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഗ്രാമത്തിൽ മര്യാദയ്ക്ക് ഈ മോമോസ് കട നിങ്ങൾ മൂടിയേക്കണം. നിങ്ങളുടെ ഈ മോമോസ് കട തുടങ്ങിയത് കൊണ്ടാണ് എന്റെ പാനിപൂരി കടയിൽ ആരും വരാത്തത്. അവൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ഈ മോമോസ് കട തുടങ്ങിയതുകൊണ്ട് എന്റെ കടയിൽ വന്നിട്ട് ആരും സമോസവും കഴിക്കുന്നില്ല. എന്നെ കൊണ്ട് മോമോസ് വിൽക്കുന്നത് നിർത്താനാവില്ല. നിങ്ങൾ രണ്ടുപേരും ജോക്ക് അടിച്ചത് മതി. എന്നാ പോകൂ, എനിക്ക് മോമോസ് വിൽക്കാനുണ്ട്. വന്നിരിക്കുന്നു എന്നെ പേടിപ്പിക്കാൻ. ഷമീറും പിന്നെ സുയോഗും അവിടെ നിന്നും തിരിച്ചു. പിന്നെ പോകുന്ന വഴിയിൽ നിന്നും അവർ രണ്ടുപേരും സംസാരിച്ചു. എന്റെ അടുത്ത് ഒരു നല്ല സൂത്രമുണ്ട്. ആ പെണ്ണെ എങ്ങനെ ഈ നഗരത്തിൽ പോയിട്ട് മോമോസ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടെന്നോ അതേപോലെ തന്നെ നമ്മൾ നഗരത്തിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വരണം. ആ പൂനത്തിന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും തീർച്ചയായിട്ടും ഒന്നിച്ച് ചെയ്തേ പറ്റുള്ളൂ. എന്താ നീ പറയുന്നത്? ശരി, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവാം. സമീറും സുയോഗും നഗരത്തിനെ നോക്കി നടക്കാൻ തുടങ്ങി. അവർ പോകുന്ന വഴിയിൽ വലിയ കാടുണ്ടായിരുന്നു. അവർ ആ കാട്ടിനകത്തുകൂടി നടന്നുകൊണ്ടിരുന്നപ്പോൾ സമീർ കാല് തെറ്റി താഴേക്ക് വീണു. പിന്നെ അതൊരു വലിയ കുഴിയായിരുന്നു. എടാ സമീർ, നീ എന്തിനാ ഈ കുഴിയിൽ വീണത്? ഈ കുഴി എവിടുന്നാ വന്നത്? തീർച്ചയായിട്ടും ഏതോ ഒരു വേട്ടക്കാരൻ ഒരു മൃഗത്തിനെ പിടിക്കാൻ വേണ്ടി ഈ കുഴി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കുഴിക്കകത്ത് നിന്ന് സമീർ സുയോഗിനെ വിളിച്ചു. സുയോഗ്, നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു പുതിയ ലോകം തന്നെ ഉണ്ട്. അവൻ ആ കുഴിക്കകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് വളരെ ഭംഗിയുള്ള ഒരു ലോകമുണ്ടായിരുന്നു. അവിടെ കണ്ണിന് കാണുന്ന ദൂരം വരെ ഒരുപാട് വെളിച്ചത്തോടെ ഉരുളക്കിഴങ്ങ് ചെടികൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഈ കാഴ്ച കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു സന്യാസി വന്നത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്ന മക്കളെ? അത് പിന്നെ ഞങ്ങൾ നഗരം നോക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയാണ്ട് ഈ കുഴിയിൽ വീണു പോയത്. ഞാൻ ഇതിന്റെ ഉള്ളിൽ താഴെ വീണപ്പോഴാണ് നോക്കിയത്. ഇതിന്റെ ഉള്ളിൽ ഒരു വലിയ ലോകം തന്നെ ഉണ്ടല്ലോ. പിന്നെ വളരെ വളരെ ദൂരം തന്നെ വലിയ ഉരുളക്കിഴങ്ങ് തോട്ടമുണ്ടല്ലോ. ഇതൊന്നും സാധാരണ ഉരുളക്കിഴങ്ങ് തോട്ടമല്ല. ഈ ഉരുളക്കിഴങ്ങ് ആഗ്രഹങ്ങൾ ഉണ്ടാക്കി തരും. ഒരു പക്ഷേ ഇതാണ് കാര്യം എന്ന് വെച്ചാൽ എനിക്കും കഴിക്കാൻ ഒരു ഉരുളക്കിഴങ്ങ് തരാൻ പറ്റുമോ? എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്കും എന്റെ പാനിപൂരി കട മൊത്ത ഗ്രാമം മുഴുവനും ഫേമസ് ആവണം. എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ സമോസ കട ഈ ഗ്രാമം മുഴുവനും നന്നായിട്ട് ഫേമസ് ആവണം. ആ മോമോസ് കാരിനെക്കാട്ടും വലുതാകണം. പക്ഷേ എനിക്ക് നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്ന ഉരുളക്കിഴങ്ങ് തരാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മറ്റൊരാളായിട്ട് നല്ല അസൂയയുണ്ട്. ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഈ ഉരുളക്കിഴങ്ങ് തരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ അഹങ്കാരം വിട്ടിട്ട് ഒന്നിച്ചു ചേർന്നിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അവർ രണ്ടുപേരും മാറി മാറി നോക്കി. പിന്നെ ആ സന്യാസി പറഞ്ഞത് അനുസരിക്കാൻ തീരുമാനിച്ചു.
സാധു അവർ രണ്ടുപേർക്കും ഒരു ഉരുളക്കിഴങ്ങ് രണ്ടായി മുറിച്ച് പാതി പാതി നൽകി. ഇപ്പൊ പകുതി ഉരുളക്കിഴങ്ങ് നീ കഴിക്കൂ, അതിന്റെ പകുതി നീ കഴിച്ചോളൂ. പിന്നെ ഒന്നിച്ചു ചേർന്ന് തന്നെ നിങ്ങൾ ആഗ്രഹം ചോദിച്ചോളൂ. ഞങ്ങൾ ഗ്രാമത്തിലെ രണ്ടുപേരും നന്നായിട്ട് ചേർന്നിട്ട് സമോസ പാനിപൂരി നന്നായിട്ട് വിൽക്കണം. ഉരുളക്കിഴങ്ങിനോട് ആഗ്രഹം പറഞ്ഞതും രണ്ടുപേരും വീണ്ടും അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. അവരവരുടെ കടയിലേക്ക് തിരിച്ചു പോയപ്പോൾ അവർ രണ്ടുപേരുടെയും കടയുടെ നടുകിലായി ഒരു ഉരുളക്കിഴങ്ങ് ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് മുഴുവൻ ഒരുപാട് ഉരുളക്കിഴങ്ങുകൾ വളർന്നിരുന്നു. ഈ ഉരുളക്കിഴങ്ങ് എങ്ങനെയാ മരത്തിൽ വളരുന്നത്? നമ്മൾ ഇന്നലെ ആഗ്രഹിച്ച വേണ്ടിയ ഫലനാണ് ഈ ഉരുളക്കിഴങ്ങ് മരം. ശരി, ഇതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് പറിക്കാം. ഞാൻ ഇതിൽ നിന്ന് സമോസ ഉണ്ടാക്കാം. പിന്നെ നീ ആ സമോസയിൽ പാനിപ്പൂരി വിൽക്കുന്ന വെള്ളം എടുത്തിട്ട് കലർന്നിട്ട് മക്കൾക്ക് നീ വിൽക്കാൻ നോക്കൂ. ഷമീർ മരത്തിലുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് സമൂസ ചെയ്തു. പിന്നെ സുയോഗ് പാനിപൂരി ചെയ്യാനായി തയ്യാർ ചെയ്തു. എല്ലാം തയ്യാറായതിനു ശേഷം അവർ രണ്ടും ഒന്നിച്ചു ചേർത്ത് സമൂസ പാനിപൂരി വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. വരൂ വരൂ, സമോസ പാനിപൂരി ഒന്ന് കഴിച്ചോളൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, നിങ്ങൾ തന്നെ വന്ന് കഴിച്ചു നോക്കൂ. അപ്പോഴാണ് അവിടേക്ക് ഒരു സ്ത്രീ നടന്നു വന്നത്. സമൂസ പാനിപൂരി, ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ഒരു പ്ലേറ്റ് തരൂ നോക്കട്ടെ. സുയോഗ് സമൂസ എടുത്ത് അതിന്റെ നടുകിൽ ഒരു ഓട്ടയിട്ട് അതിൽ മധുരം പിന്നെ പാനിപൂരി വെള്ളം ഒഴിച്ച് ഒരു പ്ലേറ്റ് സമൂസ പാനിപൂരി അവർക്ക് നൽകി. അത് വാങ്ങി ആ സമൂസ പാനിപൂരി അവർ കഴിച്ചു നോക്കിയതും തന്നെ അവർ ആകെ മതി മറന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഇത്രയും രുചിയുള്ള യാതൊരു സാധനവും കഴിച്ചിട്ടില്ല. ചേട്ടാ, ഇത് വളരെ രുചികരമാണ്. എനിക്ക് ഇനിയും ഒരുപാട് പ്ലേറ്റ് തരൂ. പിന്നെ 10 പ്ലേറ്റ് വീട്ടിലേക്ക് പാക്ക് ചെയ്ത് തരൂ. ശരി, ഇപ്പൊ തന്നെ തരാം. പതുക്കെ പതുക്കെ ഗ്രാമത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സമീറിന്റെയും സുയോഗിന്റെയും പാനിപൂരിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ മൊത്തം ഗ്രാമവും സമൂസ പാനിപൂരിക്ക് അടിമകളായി മാറി. അത് സിമ്രാൻ ഖണ്ഡിൽ മാത്രമല്ല, ഒരുപാട് ദൂരെയുള്ള ഗ്രാമങ്ങളിലും പ്രസിദ്ധമായി മാറി. പക്ഷെ ഒരേ ഒരാൾക്ക് മാത്രം അവരോട് അസൂയ തോന്നി. ഇപ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറ്റിയത്? എന്റെ കടയിലേക്ക് ഇപ്പോൾ ആരും വരുന്നില്ലല്ലോ. ആരും മൊമോസ് കഴിക്കുന്നുമില്ല. എല്ലാരും സമൂസ പാനിപൂരി കഴിക്കാൻ പോകുന്നു. പിന്നെ ഈ സമൂസ പാനിപൂരി എത്ര വ്യത്യാസമായിരിക്കുന്നു. പൂനം തന്നെ തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടേക്ക് സൂരജ് ദലാൽ വന്നുകൊണ്ടിരുന്നത്. എന്തു പറ്റി പൂനം മാഡം? നിങ്ങളുടെ മോമോസ് വിൽക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇത്ര വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കാനാ? എത്ര കഷ്ടപ്പെട്ട് ഞാൻ നഗരത്തിലേക്ക് ചെന്ന് മോമോസ് ചെയ്യാൻ പഠിച്ചുകൊണ്ടുവന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ വ്യാപാരം മൊത്തത്തിൽ നശിച്ചു പോകും. അവരുടെ രണ്ടുപേരുടെ രഹസ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ? എന്നോട് പറയൂ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതറിയാം? എല്ലാം ഞാൻ പറയാം. ധൈര്യമായിട്ട് നിന്നോളൂ. ഞാൻ നിങ്ങൾക്ക് സഹായിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന പണം നിങ്ങൾ തന്നേ പറ്റുള്ളൂ. ശരി ശരി, തരാം. സൂരജ് പൂനത്തിന് ആ ഉരുളക്കിഴങ്ങ് മരത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടി ചേർന്ന് സമീർ പിന്നെ സിയോഗിന്റെ സമൂസ പാനിപൂരി കടയെ ആ ഗ്രാമത്തിൽ നിന്നും ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. സമയം രാത്രിയായി. സമീർ, സുയോഗ് രണ്ടുപേരും കട പൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവരവിടെ നിന്നും പോയതും തന്നെ അവിടേക്ക് പൂനമും സൂരജും വന്നു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞിരുന്ന ആ മരം ഇതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഈ മരം പെട്ടെന്ന് ഒരു ദിവസം തന്നെ വളർന്നതാണ്. ഈ മരത്തിൽ നിന്ന് ഉരുളക്കിഴങ്ങ് പറിച്ചിട്ടാണ് അവര് സമോസ പാനിപൂരിയും ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ ഉരുളക്കിഴങ്ങ് വിളയുന്ന മരത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇതിൽ തീർച്ചയായും എന്തോ മാന്ത്രികതയുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഇതിനെ ഇവിടെ തന്നെ നശിപ്പിച്ചു കളഞ്ഞേക്കാം. പിന്നെ നോക്കാം അവരെങ്ങനെയാണ് സമൂസ പാനിപൂരി വിൽക്കുന്നതെന്ന്. രണ്ടുപേരും ചേർന്ന് പെട്ടെന്ന് ആ മരം വെട്ടാൻ തുടങ്ങി. രണ്ടുപേരും ഒരുപാട് ക്ഷീണിച്ചു പോയി. പൂനം മാഡം, ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ബാക്കിയുള്ള മരം നമുക്ക് നാളെ വെട്ടിയേക്കാം. പുലരാൻ പോവുകയാണ്. ആരെങ്കിലും നമ്മൾ വെട്ടുന്ന കണ്ടിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു വലിയ പ്രശ്നം തന്നെ ആവും. നീ പറഞ്ഞത് ശരിയാണ്. ശരി, വാ, നമുക്കിവിടെ നിന്ന് പോകാം. നാളെ വന്ന് നമ്മൾ നമ്മുടെ ജോലി ചെയ്യാം. രണ്ടുപേരും അവിടെ നിന്നും തിരിച്ചുപോയി. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചതും തന്നെ സമീറും പിന്നെ സിയോഗും അവരുടെ കട തുറക്കാനായി അവിടേക്ക് വന്നപ്പോൾ അവർ ശ്രദ്ധിച്ചു, അവരുടെ മരം പാതി വെട്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ സൂര്യന്റെ പ്രകാശം ആ മരത്തിൽ കൊണ്ടതും തന്നെ മരം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തി. ഞാൻ കണ്ടത് നീ തന്നെ കണ്ടോ? ആ, ഞാനും കണ്ടിരുന്നു. ഈ മരം അത് തന്നെ എങ്ങനെ ശരിയായെന്ന് കണ്ടില്ലേ? പക്ഷെ ഈ മരം ആരാണ് വെട്ടിയിട്ടുണ്ടാവുക?
അവരവരുടെ കട തുറന്നു. പിന്നെ സമൂസ പാനിപൂരി വിൽക്കാനും തുടങ്ങി. നേരം സന്ധ്യയായി. അന്ന് രാത്രിയുമായി. സമീറും സുയോഗും കട മൂടിയിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോയി. രാത്രി ഇരുട്ടായപ്പോൾ പിന്നെയും പൂനമും സൂരജും ആ മരത്തിനടുത്തേക്ക് വന്നു. അല്ല, നമ്മൾ ഈ മരം കട്ട് ചെയ്തത് കണ്ടില്ലല്ലോ. അല്ല, ഇതെങ്ങനെയാ ശരിയായത്? ഇപ്പോൾ എങ്ങനെയാ നമ്മൾ തിരിച്ചും ഇത് വെട്ടുന്നത്? നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട പൂനം മാഡം. എന്റെ അടുത്ത് ഇന്നൊരു നല്ല ഐഡിയ ഉണ്ട്. നമ്മൾ ഈ മരത്തിന് തീ അങ്ങ് വെച്ചേക്കാം. മരം ഉണ്ടായാലല്ലേ ഉരുളക്കിഴങ്ങ് ഉണ്ടാവുള്ളൂ. പൂനവും സൂരജും ഒരു തടി കഷ്ണത്തിൽ തീ കത്തിച്ചു. അവർ ആ മരത്തിൽ തീ വെച്ചതും തന്നെ എന്തു സംഭവിച്ചെന്നാൽ ആ മരത്തിന്റെ വേര് അവർ രണ്ടുപേരെയും ആ മരത്തിനകത്തേക്ക് വലിച്ചെടുത്തു. അടുത്ത ദിവസം രാവിലെ സമീറും സുയോഗും അവിടേക്ക് വന്നപ്പോൾ അവരവിടെ നോക്കിയപ്പോൾ ഒരു മരത്തിന് പകരം 3 മരം ഉണ്ടായിരുന്നു. അത്ഭുതം തന്നെ. ഇത്രയും കാലമായിട്ട് ഒരു മരം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 3 ഉണ്ടല്ലോ. കമലിപ്പൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. കമലിപ്പൂർ ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഓരോ നിമിഷവും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി. അവരുടെ ആ ഗ്രാമത്തിൽ ഏതൊരു വസ്തുവിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കുറെ കാലങ്ങളായിട്ട് ഗ്രാമത്തിൽ ഒരു പരിപാടി നടന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂ? എന്നാലല്ലേ റോണക്കിനെ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് നോക്ക്, അവിടെ റോണക് ചേട്ടൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ചെറുപ്പത്തില് നഗരത്തിലേക്ക് ഓടിയതാണ്. ഇപ്പോൾ വലിയ ആളായിന്നാ തോന്നുന്നത്. വാ, അവിടെ പോയി നോക്കാം. അദ്ദേഹം എന്തിനാ വന്നത് ഗ്രാമത്തിലേക്ക്? രണ്ടുപേരും ചേർന്ന് റോണക്കിന്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ അദ്ദേഹത്തെ വളരെ മോശമായ ഒരു അവസ്ഥയിൽ അവർ കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ തുണിമൂട്ട കെട്ടിവെച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും വളരെ ആശ്ചര്യത്തോടെ റോണക്കിനോട് ചോദിച്ചു, നിങ്ങൾ അതേ റോണക്കല്ലേ ചെറുപ്പത്തിൽ ഗ്രാമത്തിൽ നിന്ന് വിട്ട് ഓടിപ്പോയ ആള്? ആ അതെ ചേട്ടാ, ഞാൻ അവൻ തന്നെയാണ്. ചെറുപ്പത്തിൽ ഗ്രാമത്തിലിട്ട് ഓടിയ ആള്. ഞാൻ ചെറുപ്പത്തിലുള്ളാവുമ്പോൾ എന്റെ അമ്മയൊക്കെ നിങ്ങളുടെ കഥ പറഞ്ഞിട്ടാണ് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളാണ് പഠിപ്പിലും കളിയിലും സൂപ്പറായ ആളെന്ന്. പക്ഷെ നിങ്ങൾക്ക് എന്താ ഇങ്ങനൊരു സ്ഥിതി ഇന്ന് വന്നിരിക്കുന്നത്? ഇതൊക്കെ സംസാരിക്കാൻ ഇപ്പോൾ ശരിയുള്ള നേരമല്ല. എന്റെ കുട്ടികളും ഭാര്യയും വല്ലാതെ വിശപ്പോടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ 400 കിലോമീറ്റർ നഗരത്തിൽ നിന്ന് നടന്നേ വന്നോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ കൊണ്ട് പറ്റിയാൽ 2 വേള അരി തരാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം. നിങ്ങൾ നിങ്ങളുടെ പഴയ വീട്ടിലേക്ക് പോകൂ. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനത്തിനൊന്നും നിങ്ങളൊന്നും വിഷമിക്കണ്ട. നമ്മള് പഞ്ചായത്ത് മുതലാളിയോട് ചോദിച്ചിട്ട് ഞാൻ എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് ചേട്ടാ. റോണക് അവരോട് സംസാരിച്ചിട്ട് തന്റെ പഴയ വീട്ടിലേക്ക് പോയപ്പോൾ അത് ആകപ്പാടെ മോശമായിരുന്നു. അവരവിടേക്ക് പോയി. ചേട്ടാ, നമ്മൾ നഗരത്തിൽ നിന്നും എന്തിനാ ഓടി വന്നതെന്ന് നിങ്ങൾ എന്തുകൊണ്ടാ അവരോട് പറയാഞ്ഞേ? പിന്നെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എത്ര ദിവസം എന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കുക? നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഞാൻ അവരുടെ അടുത്ത് എന്ത് പറയാനാ? അത് വന്ന് നഗരത്തിൽ കുറെ കടങ്ങളായി, അതുകൊണ്ട് ഇവിടെ ഓടി വന്നതാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് 2 നേരം കിട്ടുന്ന അരി പോലും കിട്ടില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ആരോട് നിങ്ങൾ ഒന്നും പറയാതിരിക്കുന്നതാണ് ശരി. അടുത്ത ദിവസം റോണക് എന്ത് ചെയ്തെന്നാൽ ആ ഗ്രാമത്തലവനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. നീ നഗരത്തിലേക്ക് പോകുന്ന കാര്യം വിഷമിക്കേണ്ട. അതാ നീ ഇവിടെ വന്നില്ലേ, ഇവിടെ തന്നെ നിന്റെ കച്ചവടം തുടങ്ങിക്കോളൂ. കണ്ടില്ലേ, ഗ്രാമത്തിൽ ജനങ്ങൾ സന്തോഷത്തോടെ ഉണ്ട്. ശുദ്ധമായ കാറ്റ്, ഇവിടെയുള്ള പച്ചക്കറികളൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കൂ. നിന്റെ ഭാര്യയ്ക്കും നിന്റെ കുട്ടികൾക്കും നീ കഷ്ടം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മുതലാളി. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. നഗരത്തിലും ഞാൻ പാനിപൂരി ചെയ്തിട്ടാണ് വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത്. പാനിപൂരിയോ? അങ്ങനെ വെച്ചാൽ എന്താ? ഈ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ഗോൾഗപ്പനെ പറ്റിയാണ് പറയുന്നത്. എന്റെ ഭാര്യ രേണുക ഗോൾഗപ്പ വളരെ നന്നായിട്ട് ചെയ്യും. പിന്നെ ഞാൻ നഗരത്തെരുവിലൊക്കെ റിക്ഷ ഓട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ റിക്ഷയ്ക്ക് എന്താ ആവശ്യം? എന്നാ നീ ഒരു കാര്യം ചെയ്, ഇവിടെ തന്നെ നീ പാനിപൂരി വിൽക്കാൻ തുടങ്ങിക്കോ. അതുകൊണ്ട് നിനക്ക് കുറച്ച് വരുമാനം വരാൻ തുടങ്ങും. പിന്നെ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് ഗോൾഗപ്പ കഴിക്കാനും പറ്റും. എന്താ, ശരിയല്ലേ? അതിനുശേഷം കുറച്ചു ദിവസത്തിനകം തന്നെ റോണക്കും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് പാനിപൂരി വിൽക്കുന്ന ഒരു കട ആരംഭിച്ചു. കുറച്ച് നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു, അത് കുറച്ച് വാടകയ്ക്കും വിട്ട് ഈ ജോലി നമ്മൾ തുടങ്ങി. ഇനി ദൈവമാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. റോണക് പാനിപൂരി വണ്ടിക്കട അപ്പോഴാണ് തുറന്നത്. ഉടനെ ആ കടയ്ക്ക് ഓട്ടോക്കാരൻ സച്ചിൻ വന്നു. അവൻ എന്തു പറഞ്ഞെന്നാൽ, റോണക് ചേട്ടാ, കട തുറന്നോ നിങ്ങൾ? പക്ഷേ നിങ്ങളുടെ മുഖത്തിലൊരു സന്തോഷം പോലെ കാണുന്നില്ലല്ലോ. എന്ത് പറയാനാ, കട തുറന്നിട്ട് മുഴുസായിട്ട് 1 മണിക്കൂറായി, പക്ഷെ ആരും ഇവിടെ വന്നില്ലല്ലോ. ഈ പാനിപ്പൂരി എത്രയ്ക്കാ തരുന്നത്? ഒരു പ്ലേറ്റില് 5 എണ്ണം ഉണ്ടാവും, 10 രൂപയ്ക്കാണ്. അങ്ങനെയാണോ? എന്നാ എനിക്കൊരു പ്ലേറ്റ് തരൂ.
റോണക് സച്ചിന് പാനിപൂരി കഴിക്കാൻ നൽകി. 2 പാനിപൂരി അദ്ദേഹം കഴിച്ചതിന് ശേഷം സച്ചിൻ എന്തു പറഞ്ഞെന്നാൽ, ഇത് അമൃതം പോലെ ഉണ്ടല്ലോ. ഈ ജനങ്ങൾക്ക് അറിവേ ഇല്ല. ആരും വന്ന് നിങ്ങളടുത്ത് കഴിക്കുന്നില്ലല്ലോ. ഞാൻ റിക്ഷയിൽ പോയി ചുറ്റി ചുറ്റി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. റാണക് രേണുകയുടെ തള്ളുവണ്ടിക്കടിയിൽ കച്ചവടം നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഗ്രാമത്തലവൻ വന്ന് അവരെ നോക്കിയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഒരു കാര്യം അറിയോ റോണക്? നിന്നെ ഞാൻ എന്തിനാ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്? എന്തിനാ മുതലാളി? ഞാൻ അതന്നെ ആലോചിക്കുന്നത്. നിന്റെ പാനിപ്പൂരി വല്ലാതെ ഫേമസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നീയും എനിക്ക് കുറെ പാനിപ്പൂരി ചെയ്തതാ. പിന്നെ അതൊക്കെ അടുത്തുള്ള ഗ്രാമത്തിൽ നമ്മൾ വിറ്റിട്ട് പിന്നെ അവിടെയുള്ള ജനങ്ങൾക്കും കൊടുത്തിട്ട് എന്റെ കൂടെ വരുന്ന വലിയ ആൾക്കാർക്ക് ഇത് പറഞ്ഞും കൊടുക്കാം. നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ നല്ലതാണ് ചെയ്തു തരുന്നത്. അതും ഞാൻ നഗരത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്നതിന് ശേഷം ഇത് വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായും ചെയ്തു തരാം. പക്ഷേ നമുക്ക് പണം എവിടെ നിന്നാ വരുന്നത് ചേട്ടാ? നമ്മൾ ഇത്ര പാനിപൂരി എങ്ങനെ ചെയ്യാൻ സാധിക്കും? നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മളുടെ ആ ചെറിയ സ്ഥലം വിറ്റേ പറ്റുള്ളൂ. ആ സ്ഥലം നമ്മൾ മുൻപേ തന്നെ പണയം വെച്ചില്ലേ ചേട്ടാ? എന്തെങ്കിലും ഒരു വഴി കിട്ടും, നീ വിഷമിക്കണ്ട. റൗണക് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന സ്ഥലം വിറ്റു. പിന്നീട് ഒരുപാട് പാനിപൂരികൾ ചെയ്ത് അദ്ദേഹം തയ്യാറാക്കി. എന്നിട്ട് തലവനോട് എന്തു പറഞ്ഞെന്നാൽ, വരും മുതലാളി, ഞാൻ എല്ലാ പാനിപൂരിയും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ പണം. എന്താ പണമൊക്കെ ചോദിക്കുന്നത്? ഞാൻ എപ്പോഴാ നിനക്ക് പണം തരാന്ന് പറഞ്ഞത്? മുതലാളി, നിങ്ങൾ തമാശ പറയല്ലേ? ഞാൻ എന്റെ ബാക്കിയുള്ള ചെറിയ സ്ഥലം വിറ്റിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പണം ചോദിക്കുന്നത്. നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? ഞാൻ നിനക്ക് 1 റുപ്യ പണം പോലും തരില്ല. ഇവിടുന്ന് പോയിക്കോളണം. ഇത് പറഞ്ഞതും തന്നെ തലവന്റെ അടിയാളുകൾ 2 പേരെത്തി. എന്നിട്ട് റോണക്കിനെ റോട്ടിന്റെ അരികിലായി തള്ളിവിട്ടു. അവർ ചെയ്തത് വളരെ അന്യായമാണ്. ഇനി നമ്മൾ ആഹാരത്തിന് എന്തു ചെയ്യുമെന്ന് അറിയില്ല. നമ്മളിങ്ങനെ വിശപ്പും പട്ടിണിയും കാരണം മരിക്കേണ്ടി വരും. ഈ ഗ്രാമത്തിലുള്ളവർ എന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. റോണക്കിനും തലവനും ഉണ്ടായിരുന്ന പ്രശ്നം ഗ്രാമം മൊത്തം അറിഞ്ഞതുകൊണ്ട് ആരും റോണക്കിന്റെ അടുത്തു നിന്നും പാനിപൂരി വാങ്ങാൻ വന്നില്ല. അപ്പോഴാണ് സച്ചിൻ വന്ന് റോണക്കിനോട് പറഞ്ഞത്, ഞാനൊരു മുഖ്യ കാരണമായിട്ട് നഗരത്തിലേക്ക് പോവുകയാണ്. എന്റെ റിക്ഷ നിങ്ങളെ വീടിന്റെ പുറത്തേക്ക് വെച്ചേക്കാം. നിങ്ങൾക്ക് മാത്രമേ ഈ ഗ്രാമത്തിൽ റിക്ഷ എങ്ങനെ ഓട്ടിക്കണമെന്ന് അറിയുള്ളൂ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാനിത് ഓട്ടിച്ചോട്ടെ. ധാരാളമായിട്ട്. ഞാൻ അടുത്ത മാസം വരുള്ളൂ. അതുവരെ നിങ്ങളിത് സവാരി ഓട്ടിച്ചോളൂ. നിങ്ങളും കുറച്ച് പണം സമ്പാദിക്കും. പിന്നെ അടുത്തുള്ള ഗ്രാമജനങ്ങളും നിങ്ങളെ പറ്റി അറിയാനും അറിയാം. സച്ചിന്റെ ഓട്ടോ കിട്ടിയതും തന്നെ റോണക്കിന് ഒരുപാട് സന്തോഷമായി. അപ്പോൾ രേണുക റോണക്കിന് ഒരു ആലോചന പറഞ്ഞു. ചേട്ടാ, നമുക്ക് ഈ ഓട്ടോയിൽ പാനിപൂരി എടുത്തുകൊണ്ടുപോയി ഗ്രാമമായിട്ട് വിൽക്കാം. നമുക്കത് കാരണം ഒരുപാട് ലാഭം കിട്ടും. ഞാനും ഇത് തന്നെയാണ് ആലോചിക്കുന്നത്. റൗണക് രേണുകയോടൊപ്പം ചേർന്ന് ആ ഓട്ടോ എടുത്തുകൊണ്ട് അവർ ഗ്രാമമായി ചുറ്റി. അവർ ചെയ്ത പാനിപൂരി അവർ വിറ്റു. അങ്ങനെ കുറച്ചു ദിവസത്തിനകം തന്നെ റോണക്കും രേണുകയും 2 പേരും ഓട്ടോ പാനിപൂരിക്കാരെന്ന പേരിൽ പ്രാബല്യമായി. ഒരാഴ്ചയിൽ തന്നെ നമ്മൾ പണയം വെച്ചിരുന്ന സ്ഥലം തിരിച്ചെടുത്തു. ഇതിനെല്ലാം കാരണം ആ ഓട്ടോക്കാരനാണ്. അദ്ദേഹം നമുക്ക് ഓട്ടോ തന്ന് സഹായിച്ചു. ഞാനിപ്പോ സന്തോഷമായിട്ടുണ്ട്. ഞാൻ കടം കണ്ട് എപ്പോഴും പേടിച്ച് ഓടുകയാണ്. പക്ഷേ ഇന്ന് എനിക്ക് ലോകത്തിൽ തന്നെ ജയിച്ചതുപോലെ ഉണ്ട്. അതിനിടയ്ക്ക് സച്ചിൻ അവിടേക്ക് ഒരു പുതിയ ഓട്ടോയുമായി വന്നു. അപ്പോൾ റോണക് എന്തു പറഞ്ഞെന്നാൽ, ചേട്ടാ, അടിപൊളി പുതിയ റിക്ഷയാണല്ലോ. ഇത് എന്തിനാ ചേട്ടാ? എന്റെ പഴയ റിക്ഷ ഞാൻ വിൽക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങൾ ഗ്രാമത്തിൽ വിടുന്ന പകരം ഗ്രാമത്തിലെ ജനങ്ങളെ നഗരത്തിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പഴയ റിക്ഷ ഞാൻ വാങ്ങിച്ചോട്ടെ. ഇതൊക്കെ ചോദിക്കണോ? നിങ്ങൾ തന്നെ എടുത്തോളൂ. അതുമാത്രമല്ലാതെ ഇനി ആ റിക്ഷ എനിക്ക് എങ്ങനെ സ്വന്തമാകും? നിങ്ങളല്ലേ ആ റിക്ഷ പാനിപൂരി റിക്ഷ എന്ന് ഫേമസ് ആയിട്ടുള്ളത്. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ചേട്ടാ. രേണുകയും റോണക്കും ചേർന്ന് ആ ഓട്ടോ സ്വന്തമായി വാങ്ങി. പിന്നെ അവർ 2 പേരും ചേർന്ന് ആ ഓട്ടോയിൽ പാനിപൂരി വ്യാപാരം ചെയ്തു. എല്ലാരും വളരെ സന്തോഷത്തോടെ ഓട്ടോ പാനിപൂരി കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർ 2 പേരുടെ വ്യാപാരവും വീടും രണ്ടും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഗോൽഗപ്പയുടെ കച്ചവടം ഇങ്ങനെ നന്നായി പോകുന്നു നിങ്ങൾ കണ്ടോളാൻ. അതെ സുമൻ, നീ കാരണം തന്നെയാ നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറിയത്. ഇല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടു പോയേനെ. സോനു സുമൻ ദമ്പതികളുടെ കഥയാണിത്. അവർ രാംനഗറിലുള്ള ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. സോനു ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്.
സുമൻ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി ലഞ്ച് കൊടുത്തയക്കുമായിരുന്നു. സോനു നന്നായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. നീ ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എന്തിനാടാ? ഇത് കണ്ടാ തോന്നും ഇത് നിന്റെ സ്വന്തം കമ്പനിയാണെന്ന്. ചേട്ടത്തി ഇത്ര നല്ല ഭക്ഷണം കൊടുത്തു വിട്ടിട്ടും നീ അത് കഴിക്കാതെ പണിയെടുത്തോണ്ടിരിക്കുക. വേഗം ലഞ്ച് തുറക്കടാ, എനിക്കും വിശക്കുന്നുണ്ട്. ഇന്നെന്താ ലഞ്ചിന് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നേ? എന്റെ ലഞ്ച് കഴിക്കാൻ എന്നേക്കാൾ ധൃതി നിനക്കാണല്ലോടാ. ഇപ്പൊ ഉച്ചയായല്ലേ ഉള്ളൂ, ഒന്ന് ക്ഷമിക്കുന്നു. എടാ, നിന്റെ ലഞ്ച് തുറന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ. സമയം കളയാതെ വേഗം തുറക്കാൻ നോക്കടാ. എനിക്ക് ചേട്ടത്തിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വലിയ ഇഷ്ടാ. ധൃതി പിടിക്കണ്ട, ഇപ്പൊ തന്നെ തരാം. കൈയൊന്ന് കഴുകിക്കോട്ടെ. സോനുവും ആകാശും കൈ കഴുകി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. എല്ലാ ദിവസവും അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. ഭക്ഷണം കഴിഞ്ഞ ശേഷം അവർ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് അവർ സംസാരിക്കുകയായിരുന്നു. എടാ സോനു, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ലല്ലോ, സാധാരണ പോലെ തന്നെയല്ലേ. എടാ, പ്രത്യേകത എന്താന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്താ? നീ എന്താ ആകെ പരിഭ്രമിച്ചിരിക്കുന്നേ? എടാ മോനെ, ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ബോസിന്റെ ക്യാബിന്റെ അടുത്തേക്ക് പോയതാ. അപ്പോഴാ ഞാൻ കേട്ടത്. അപ്പൊ നീ എന്താ കേട്ടത്? തീർച്ചയായിട്ടും ബോസ് നിന്നെ കുറ്റം പറയുന്നുണ്ടാകും. അതായിരിക്കും നീ ഇത്ര പരിഭ്രമിക്കുന്നത്. അതൊക്കെ സാധാരണമല്ലടാ. പക്ഷെ ഞാൻ ബോസ് പറയുന്ന വ്യക്തമായിട്ട് കേട്ടതാ, ഈ കമ്പനി നഷ്ടത്തിലാണെന്ന്. അതുകൊണ്ട് ഫാക്ടറിയിലുള്ള ജോലിക്കാരെയെല്ലാം പിരിച്ചുവിടാൻ പോവുകയാണെന്ന്. നാളെ മുതൽ പിരിച്ചുവിടൽ തുടങ്ങാൻ പോവാത്രേ. എന്താ നീ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും സംഭവിക്കില്ലടോ. നമ്മുടെ കുടുംബം കഴിയുന്നത് ഈ ഫാക്ടറി കാരണമല്ലേ. ഇതല്ലാതെ വേറൊരു ജോലിയും നമുക്കറിയില്ല. ജോലി പഠിച്ചത് മുതൽ ചെയ്യുന്നത് ഈ ഫാക്ടറിയിലെ ജോലിയാ. അതെ, ഇതാലോചിച്ച് ഞാനും ആകെ വിഷമിച്ചിരിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ആകാശും സോനുവും വല്ലാത്ത വിഷമത്തിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വരികയായിരുന്നു. അവർ ആകാശിന്റെ വീട്ടിലെത്തിയപ്പോ ഒരു നിമിഷം കാത്തിരിക്കാൻ പറഞ്ഞു. അവിടേക്ക് ആകാശിന്റെ ഭാര്യ പൂജയും വന്നു. പൂജ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് എവിടെ വരാമെങ്കിൽ എനിക്കും വരാം. സുമ ചേച്ചി വിളിച്ചപ്പോ ഞാനും വന്നു. ഗോൽഗപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേ ചേച്ചി, നമുക്കത് കഴിക്കാം. എന്തായാലും നന്നായി, നിങ്ങളും വന്നല്ലോ. രണ്ടാൾക്കും ഞാൻ ഗോൽഗപ്പ എടുത്തിട്ട് വരാം. പൂജയും സുമനും ചേർന്ന് ആകാശിനും സോനുവിനും ഗോൽഗപ്പ കൊണ്ടുവന്നു. സുമൻ വളരെ മനോഹരമായ ഗോൽഗപ്പയാണ് ഉണ്ടാക്കിയിരുന്നത്. അവൾ ഉണ്ടാക്കിയത് ആകാശിനും സോനുവിനും വളരെയധികം ഇഷ്ടപ്പെട്ടു. സോനു ആണെങ്കിൽ ഇതുവരെ ഗോൽഗപ്പ ഉണ്ടാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. എന്റെ ചേട്ടത്തി, ഭക്ഷണം നിങ്ങൾ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഗോൾഗപ്പയാണെങ്കിൽ അതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട്. ഈ ഗോൾഗപ്പയിൽ നിങ്ങൾ എന്ത് മാന്ത്രിക പണിയാ ചെയ്യുന്നേ? എത്ര കഴിച്ചാലും മതി വരുന്നേ ഇല്ല. ഇവൻ പറയുന്ന സത്യം തന്നെയാ. ശരിക്കും നിന്റെ കയ്യിലെന്തോ മായാജാലം ഉണ്ട്. അതുമാത്രമല്ല, ഒരു തവണ കഴിച്ചാൽ വയറ് നിറയുന്ന തരത്തിലുള്ള വലിയ ഗോൽഗപ്പയല്ലേ നീ ഉണ്ടാക്കുന്നത്. നിന്റെ ഗോൽഗപ്പ കഴിച്ചാ ഞാൻ പിന്നെ എല്ലാ പ്രശ്നങ്ങളും മറന്നുപോകും. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങൾ? നിങ്ങൾ ഇത് എന്തിനെ പറ്റിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഓക്കെ അല്ലേ? എന്റെ സോനു, എന്തിനാടാ ചേട്ടത്തിയെ ടെൻഷൻ ആക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കെ. ഇല്ല, എനിക്കും അറിയണം. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ ഇത്ര ടെൻഷൻ? ഇന്ന് നിങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയേ. ആകാശിനും സോനുവിനും തന്റെ ഭാര്യമാരോട് ഒന്നും പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ട് കൂടി ഫാക്ടറിയിലെ അവസ്ഥയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവരോട് വിവരിച്ചു കൊടുത്തു. അതോടുകൂടി അവരുടെ ഭാര്യമാരും ശരിക്കും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചു ദിവസത്തിനു ശേഷം ശരിക്കും ആ ഫാക്ടറി അടച്ചുപൂട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ജോലിയും പോയി, നമ്മുടെ കയ്യിലുള്ള റേഷൻ സാധനങ്ങളും തീരാനായി. ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ജോലി എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ? വേറെ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? സുമൻ, നന്നായി വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ എടുക്ക്. കഴിക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല. പിന്നെ 4 ഗോൽഗപ്പ ബാക്കിയുണ്ട്. അതിന്റെ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്. എന്നാ പിന്നെ അതെടുത്തോ. 2 നിനക്കും കഴിക്കാം, 2 എനിക്കും കഴിക്കാം. നാളത്തെ കാര്യം നാളെ ആലോചിക്കാം. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആ ഗോൽഗപ്പ കഴിച്ചു. പിറ്റേന്നത്തേക്ക് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു. പെട്ടെന്ന് സുമൻ ചാടി എഴുന്നേറ്റു. എന്തുപറ്റി? എന്താ കഴിക്കുന്നതിനിടയിൽ എഴുന്നേറ്റ് നിൽക്കുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങൾ എന്നെ വഴക്ക് പറയോ? എന്ത് കാര്യം? എനിക്കൊരു ഐഡിയ തോന്നുവാണ്. ഞാൻ നന്നായി ഗോൽഗപ്പ ഉണ്ടാക്കുമല്ലോ. എങ്കി പിന്നെ നമുക്കതുണ്ടാക്കി ചന്തയിൽ കൊണ്ടുപോയി വിറ്റാലെന്താ? നീ പറഞ്ഞ കാര്യമൊക്കെ കൊള്ളാം. ഗോൾഗപ്പ എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള സാധനമാണല്ലോ. പക്ഷെ അതിന് മുതൽ മുടക്കാൻ പൈസ എവിടെയാ? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. എനിക്ക് ഉണ്ടാക്കി തന്ന ആഭരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണ്ടേ? ഇല്ലില്ല, നിന്റെ ആഭരണങ്ങളൊന്നും വിൽക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടുണ്ടാവുമ്പോ വിൽക്കാനല്ലേ ഇതൊക്കെ. വിശക്കുമ്പോ ഭക്ഷണം തന്നെ വേണ്ടേ, അല്ലാതെ
ആഭരണം നമുക്ക് എന്ത് ചെയ്യാനാ? സുമനും സോനുവും ആഭരണം വിറ്റ് ഗോൽഗപ്പ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. സുമൻ തന്റെ അടുക്കളയിൽ തനിയെ ഗോൽഗപ്പ ഉണ്ടാക്കാൻ തുടങ്ങി. സുമനും സോനുവും ചേർന്ന് അതെല്ലാം ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി. ഗോൽഗപ്പേ ഗോൽഗപ്പേ എരിവും മധുരവുമുള്ള ഗോൽഗപ്പേ, ഗോൽഗപ്പേ ഗോൽഗപ്പേ എരിവും മധുരവുമുള്ള ഗോൽഗപ്പേ, ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഗോൽഗപ്പേ, എരിവും മധുരവുമുള്ള ഗോൽഗപ്പേ. ചന്തയിലാണെങ്കിൽ ഗോൽഗപ്പ വിൽക്കുന്ന ആളുകളുടെ തിരക്ക് കാരണം ഒരാള് പോലും ഇവരുടെ അടുത്തേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ 3 ദിവസമായിട്ടും ഒരു ഗോൽഗപ്പ പോലും വിറ്റുപോയില്ല. ഈ മാർക്കറ്റിൽ ഗോൾഗപ്പ വിൽക്കുന്ന കടകൾ ധാരാളമുണ്ട്. പിന്നെ എങ്ങനെ നമ്മുടെ ഗോൾഗപ്പ വിറ്റുപോകും? ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ കച്ചവടം നിർത്തേണ്ടതായിട്ട് തന്നെ വരും. ഞാൻ എത്ര ആഗ്രഹിച്ച ഇതുണ്ടാക്കിയത്, ഒരാള് പോലും കഴിക്കാൻ വരുന്നില്ലല്ലോ. എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുക. ഇനി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? സോനുവും സുമനും വല്ലാത്ത സങ്കടത്തിൽ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് അവരുടെ നോട്ടം മറ്റൊരു കടയുടെ ബോർഡിലേക്ക് എത്തിയത്. അതെ, ഒന്ന് നോക്കിയേ, ആ ബോർഡിൽ എന്താ എഴുതിയിട്ടുള്ളത്? എന്തെഴുതി വെച്ചിട്ടുണ്ടെന്ന് ആ കടക്കാരന്റെ ഓഫർ അവിടെ കാണാം. എങ്കിൽ നമ്മളും നമ്മുടെ കടയുടെ മുകളിൽ ഒരു ഓഫർ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കും കച്ചവടം കിട്ടിത്തുടങ്ങുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. നമ്മുടെ ഗോൽഗപ്പ ഒന്ന് കഴിച്ചു നോക്കാതെ ആളുകൾക്ക് എങ്ങനെയാ ഇഷ്ടാവുന്നത്? എന്നാലല്ലേ ആൾക്കാർ വരികയും ചെയ്യൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുമൻ സോനുവിനോട് വിശദമായി സംസാരിച്ചു. അത് കേട്ട് സോനു മറ്റു ചില സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അവൾ ഒരു വലിയ ഗോൽഗപ്പ ഉണ്ടാക്കിയിട്ട് അതിന് ബാഹുബലി ഗോൽഗപ്പ എന്ന് പേരുമിട്ടു. എന്തായത്? നീ ശരിക്കും ഒരു ബാഹുബലി ഗോൽഗപ്പ ഉണ്ടാക്കിയല്ലോ. ഇനി എല്ലാവരും ഈ ഗോൽഗപ്പ കഴിക്കാനായി നമ്മുടെ കടയിലേക്ക് ഉറപ്പായിട്ടും വരും. ഈ ബാഹുബലി ഗോൽഗപ്പയിൽ ഞാനൊരു 100 രൂപ കൂടി വച്ചിട്ടുണ്ട്. നമ്മുടെ കടയിൽ നിന്നും ഈ ബാഹുബലി ഗോൽഗപ്പ കഴിക്കുന്നവർക്ക് 100 രൂപ സമ്മാനമായി കിട്ടും. ഇവരുടെ ഈ ഓഫർ വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിലുള്ള എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ബാഹുബലി ഗോൽഗപ്പ കാണാൻ പോലും വലിയ തിരക്കുണ്ടായി. നിങ്ങൾ എല്ലാവരും കേട്ടോളൂ. ആരാണോ ഈ ബാഹുബലി ഗോൽഗപ്പ മുഴുവനായി കഴിക്കുന്നത് അയാൾക്ക് 100 രൂപ സമ്മാനമുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും തന്നെ വേഗം ഈ വശത്തേക്കൊന്ന് മാറി നിൽക്കൂ. ഈ ബാഹുബലി ഗോൽഗപ്പ ആരാണോ കഴിക്കുന്നത് അയാളെ ബാഹുബലി എന്ന് വിളിക്കപ്പെടും. സോനു ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ട് 2 പേർ മത്സരിക്കാനായി എത്തി. എന്നാൽ അവർക്ക് അത് കഴിച്ചു തീർക്കാനായില്ല. അവരാണെങ്കിൽ ആ മത്സരത്തിൽ തോറ്റുപോയി. ഇത് കണ്ട് ബാഹുബലി ഗോൽഗപ്പ കഴിക്കാനായി ആളുകളുടെ തിരക്കായി. അവിടെ ഒരു വലിയ ക്യൂ തന്നെ വന്നു. എന്റെ ചേട്ടാ, ഇവിടത്തെ ഗോൾഗപ്പയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണല്ലോ. ഈ മത്സരം എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ബാഹുബലി ഗോൽഗപ്പയുടെ സ്വാദ് എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. എന്റെ ചേട്ടാ, ഈ സിമ്പിൾ ഗോൾഗപ്പ കഴിച്ച് കഴിച്ച് ഞങ്ങൾ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ നിങ്ങളുടെ ഈ ബാഹുബലി ഗോൽഗപ്പ വരുന്നത്. ഇത് കാണുന്നതേ മനുഷ്യന്റെ വായിൽ വെള്ളം ഊറി തുടങ്ങും. എന്റെ ചേട്ടാ, ഒന്ന് കഴിച്ചു നോക്കുന്നേ. ഈ ചന്തയിൽ ബാഹുബലി ഗോൽഗപ്പ വേറെ ഇല്ല. ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തീർച്ചയായും രണ്ടാമതും വാങ്ങി കഴിക്കും. എന്താ ചേട്ടാ പറയുന്നേ? ഈ ബാഹുബലി ഗോൽഗപ്പ അത്ര നല്ലതാണോ? ഞാൻ പറയുന്നത് വിശ്വാസം ആവുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ കഴിച്ചു നോക്കുന്നേ. ജയിച്ചു കഴിഞ്ഞാൽ 100 രൂപയാ സമ്മാനം കിട്ടുന്നേ. അവിടെയുള്ള എല്ലാവരും തമ്മിൽ തമ്മിൽ ബാഹുബലി ഗോൽഗപ്പയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ചന്തയിലുള്ള എല്ലാവരും ഈ ഗോൽഗപ്പ കഴിക്കാനായി വരാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഈ ഷോപ്പ് ബാഹുബലി ഗോൽഗപ്പ ഷോപ്പ് എന്ന് അറിയപ്പെടാനും തുടങ്ങി. ഈ ചന്തയിൽ ഒരു നദ്ദി ഫൈൽമാൻ എന്നു പേരുള്ള ആളുണ്ടായിരുന്നു. അയാൾ എല്ലാ ഗോൽഗപ്പ ഷോപ്പിൽ പോയിട്ട് ഫ്രീ ആയി കഴിക്കുമായിരുന്നു. അയാൾ സോനുവിന്റെ കടയിൽ നിന്നും അങ്ങനെ കഴിക്കാനായി വന്നു. ഓഹോ, ചന്തയിൽ പുതിയൊരു കട തുടങ്ങിയിരിക്കുന്നു അല്ലേ? വേഗം തന്നെ ഒരു 5 പ്ലേറ്റ് ഗോൽഗപ്പ എനിക്കുണ്ടാക്കി തന്നേ. ഗോൽഗപ്പ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. കഴിച്ചു കഴിഞ്ഞ് തീർച്ചയായും നിങ്ങൾ അഭിപ്രായം പറയണം. മാത്രമല്ല 5 ഗോൽഗപ്പ മുഴുവൻ കഴിക്കുകയാണെങ്കിൽ 1 വർഷം മുഴുവൻ ഫ്രീ ആയി നിങ്ങൾക്ക് ഞാൻ ഗോൽഗപ്പ തരും. അല്ല, ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു കാര്യം ചെയ്. ഈ മത്സരത്തിൽ ഒരു കാര്യം കൂടി നീ കൂട്ടിച്ചേർത്തോ. ഒരു ഗോൽഗപ്പയല്ല, 5 ബാഹുബലി ഗോൽഗപ്പകൾ ഞാൻ നിനക്ക് തിന്ന് കാണിച്ചു തരാം. 5 എണ്ണം. നിങ്ങൾക്ക് ഈ ഗോൽഗപ്പ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഫ്രീ ആയിട്ട് ഗോൽഗപ്പ കഴിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കണം. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നദ്ദു ഫൈൽവാന്റെ അടുത്ത് 5 ബാഹുബലി ഗോൽഗപ്പകൾ കൊണ്ടുപോയി വെച്ചു.
അയാൾ അത് കഴിക്കാൻ ആരംഭിച്ചു. എന്നാൽ അയാൾക്കത് മുഴുവനാക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാൾ അവരോട് പറഞ്ഞതുപോലെ ഫ്രീ ആയി ഗോൽഗപ്പ കഴിക്കുന്ന ശീലം അയാൾ അങ്ങ് നിർത്തി. ആ ചന്തയിലെ എല്ലാ ഗോൽഗപ്പ കടക്കാരും അവരുടെ കഷ്ടപ്പാട് മാറ്റിക്കൊടുത്തതിന് സോനുവിനോട് വളരെയധികം നന്ദി പറഞ്ഞു.